അടുത്ത് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ് ഈ സോഷ്യൽ മീഡിയ. നമ്മൾ ഇൻസ്റ്റ അല്ലെങ്കിൽ ടിക്ടോക്കിലൊക്കെ നോക്കുമ്പോഴേക്കും കാണുന്നതാണ് വെർട്ടിക്കൽ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പം അതിൽ നോക്കുമ്പം ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് ഒരാളുടെ ഏജ് നമുക്കൊരു 10 to 20 ഇയേഴ്സ് ഡൗൺ ചെയ്ത് വരികയാണ്. അപ്പം അതാണ് വെർട്ടിക്കൽ റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിൽ കൂടുതലായിട്ടും നമ്മൾ കാണുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് സർജിക്കലി ഉള്ള ഒരു ചേഞ്ച് ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് റീസെന്റ് ഒരു പേഷ്യന്റ് കാണിച്ചിട്ട് ചോദിച്ചു, ഡോക്ടർ ഇത് നമുക്ക് സർജറി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വെർട്ടിക്കൽ റീസ്റ്റോറേഷൻ വിത്തൗട്ട് സർജറി ഇല്ലാണ്ട് എന്റേതായിട്ടുള്ള കുറച്ച് രീതിയിലുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ടെക്നിക്സ് വെച്ചിട്ടുള്ള ഒരു നോൺ സർജിക്കൽ ആയിട്ടുള്ള വെർട്ടിക്കൽ റീസ്റ്റോറേഷൻ ആണ്. അപ്പം അത് എങ്ങനെയാണ് എന്താണെന്നുള്ളതാണ്. സോ നമുക്ക് ഒരു 40-50ലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് 30s എത്രത്തോളം ഏജിങ് സൈൻസ് മിനിമൈസ്ഡ് ആയിട്ടുണ്ട് ആ രീതിയിലേക്കായിരിക്കും ട്രാൻസ്ഫോം ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ആയാലും ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള 30s എന്തായിരുന്നു നിങ്ങളുടെ ഏജിങ് സൈൻ, അത് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്ത് 40s അത് 40s ആണ് എന്ന് കാണിച്ചു തന്നതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ നമ്മൾ വിത്തൗട്ട് സർജറി ആയിട്ട് കോമ്പിനേഷൻ ട്രീറ്റ്മെന്റ് ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലും അവരുടെ ഏജിങ് സയൻസും കൺസിഡർ ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ വഴിയായിരിക്കും ഈ നോൺ സർജിക്കൽ ആയിട്ടുള്ള വെർട്ടിക്കൽ റീസ്റ്റോറേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഒരു നോൺ സർജിക്കൽ പ്രൊസീജിയർ ആയിരിക്കും. വളരെ മിനിമൽ ആയിട്ടുള്ള ഡൗൺ ടൈം ആയിരിക്കും. സോ ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഏജിങ് സൈൻ ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങളുടെ ഏജിങ് സൈൻ എന്താണ് എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു.